ബിസ്മില്ല അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ രണ്ടാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അദ്ദർസു സാനി, രണ്ടാമത്തെ പാഠം. രണ്ടാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് എന്താ? ജാലിക്ക എന്ന് പറഞ്ഞാൽ അത് എന്നർത്ഥം. അതായത് നമ്മൾ ഹാസ പഠിച്ചതുപോലെ തന്നെ ജാലിക്കയും അസ്മാ ഉൽ ഇഷാറയിൽപ്പെട്ട ഒരു ഇസ്മുൽ ഇഷാറ അഥവാ സൂചനാനാമം ആണ് ജാലിക്ക എന്നത്. അകലെ നിൽക്കുന്ന മുദക്കറായ അഥവാ പുരുഷനായ ഒന്നിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ജാലിക്ക എന്നുള്ളത്. ജാലിക്കയ്ക്ക് ശേഷം വരേണ്ട പദം എന്തായിരിക്കണം? ഏകവചനമായിരിക്കണം, മുദക്കർ അഥവാ പുല്ലിംഗമായിരിക്കണം, അതുപോലെ തന്നെ അകലെ നിൽക്കുന്നത് ആയിരിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. മാ ജാലിക്ക, അകലെയുള്ള ഒരു നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ് മാ ജാലിക്ക. മാ നമുക്കറിയാം അല്ലേ, ഗൈറു ആഖിൽ, എന്താ പറയുക, മനുഷ്യനോ മലക്കുകളോ ജിന്നുകളോ അല്ലാത്ത ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മാ എന്ന് ഉപയോഗിക്കുക. മാ എന്ത്, മാ ജാലിക്ക അതെന്താകുന്നു, അത് എന്താകുന്നു. ജാലിക്ക നജുമുൻ, അതൊരു നക്ഷത്രമാകുന്നു. ജാലിക്ക നജുമുൻ, നജുമുൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രം. നെക്സ്റ്റ് നോക്കി, ഹാദ മസ്ജിദുൻ, ഇതൊരു പള്ളിയാകുന്നു. വജാലിക ബൈത്തുൻ, അതൊരു വീടും ആകുന്നു. വാവുൽ അത്ഫിട, ഇതൊരു പള്ളിയും അതൊരു വീടുമാകുന്നു. ഹാദ ഹിസാനുൻ, ഇതൊരു കുതിരയാകുന്നു. ദാലിക ഹിമാറുൻ, അതൊരു കഴുതയും ആകുന്നു. വാവുണ്ട്. ഹാദ ഹിസാനും വദാലിക ഹിമാറുൻ, ഇതൊരു കുതിരയും അതൊരു കഴുതയും ആകുന്നു. ഇനി അകലെയുള്ള ഒരു നായയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നായയല്ല ഒരു പൂച്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അദാലിക ഖൽബുൻ, അതൊരു നായയാണോ? ലാ ദാലിക ഖിത്തുൻ, അല്ല അതൊരു പൂച്ചയാണ്. ഇനി അകലെയുള്ളൊരു വസ്തു, ഒരു ബെഡിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മാ ദാലിക അതെന്താകുന്നു. ദാലിക സെരീറുൻ, അതൊരു കട്ടിൽ ആകുന്നു. സെരീറുൻ കട്ടിലാകുന്നു, കട്ടിലാണ് കേട്ടോ, അതൊരു കട്ടിലാകുന്നു. ഓക്കെ, അടുത്ത പേജാണ്. മൻ ഹാദ വമൻ ദാലിക, ഇത് ആരും അത് ആരുമാകുന്നു. ഇതും അതും ആരാകുന്നു. ഹാദ മുദരിസുൻ വദാലിക ഇമാമുൻ, ഇത് അധ്യാപകനും അത് ഇമാമുമാകുന്നു. ഇനി ഒരു കല്ലിലേക്ക് ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, മാ ദാലിക അതെന്താകുന്നു. ദാലിക ഹജറുൻ, അതൊരു കല്ലാകുന്നു. നെക്സ്റ്റ് നോക്കി, ഹാദ സുക്കറുൻ വദാലിക ലബനുൻ, ഇത് പഞ്ചസാരയും അത് പാലുമാകുന്നു. ലബനുൻ എന്ന് പറഞ്ഞാൽ ഹലീബുൻ എന്നുള്ള അർത്ഥത്തിൽ പാല് എന്നാണ് കേട്ടോ. ഇനി നമ്മൾ തംരീൻ നോക്കാം കേട്ടോ. ഇഖ്റ വക്തൂബ്, റീഡ് ആൻഡ് റൈറ്റ്, വായിക്കുക എഴുതുക. ഹാദ സുക്കറുൻ വദാലിക ലബനുൻ, നമ്മളത് അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ട് ഹർക്കത്തുകൾ അഥവാ അതിൻ്റെ ഫതഹ കസ്റ ദോമയൊക്കെ ക്ലിയർ ആക്കിയിട്ട് വായിക്കുക കേട്ടോ. മൻ ദാലിക, ദാലിക ഇമാമുൻ. അദാലിക ഖിത്തുൻ, ലാ ദാലിക ഖൽബുൻ. മാ ഹാദ, ഹാദ ഹജറുൻ. ഇനി അൽ കലിമാത്തു ജദീദ, പുതിയ പദങ്ങൾ കേട്ടോ. ജദീദത്തു, ഇമാമുൻ, ഹജറുൻ, സുക്കറുൻ, ലബനുൻ. ഓക്കെ, അത്രയുള്ള ഈ പാഠത്തിൽ നന്നായി വായിക്കുക, പഠിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.